ഒരു ഗ്ലാസ് മാവ് ഇരിപ്പുണ്ടെങ്കിൽ ഇതാ രാവിലെ വൈകുന്നേരം കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി കാണിച്ചിട്ട് നല്ലൊരു പിസ്സയുടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് മൈദമാവും ഒരു ഗ്ലാസോളം ഗോതമ്പ് പൊടി കേട്ടോ. അതിൽ കൊടുത്തിട്ട് നുള്ളുപ്പും ഒരു മുട്ടയും വേണം കൂടി പൊട്ടിച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് വയ്ക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ കുറച്ച് ക്യാരറ്റും കിഴങ്ങും അതുപോലെ ക്യാപ്സിക്കം ഒരു തക്കാളിയും കൊണ്ട് കൂടി ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ശേഷം നമുക്കിതുപോലെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഈ ഐറ്റംസ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി അതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലുള്ള ഈ ഒരു രണ്ട് ചീമ്പിച്ചേക്കുന്ന നമ്മുടെ ക്യാരറ്റും കിഴങ്ങും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല മണമായിരിക്കും അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് പാനിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ മാവ് എടുത്ത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് പകുതി വെന്ത് വരുമ്പം നമ്മൾ ആ വേവിച്ച് ചേക്കുന്ന നമ്മുടെ മസാലകളെല്ലാം ഇതുപോലെ തട്ടിപ്പൊത്തി മുകളിലേക്ക് വയ്ക്കാം കേട്ടോ. ഇനി ചിക്കനോ ബീഫ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പിസ്സയുടെ നമ്മുടെ ചീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം കേട്ടോ. നല്ല മണമായിരിക്കും, അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. ബൈ.